താങ്ക് യു. തീർത്ഥ, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ലതാജിയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് തീർത്ഥ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സർ, മോളെ, ആദ്യം നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് മുമ്പ്
എനിക്കൊരു കാര്യം ചെയ്യണം. ചെയ്തോട്ടെ? രണ്ടാമത്തെ ആൾക്കാണ് ഇവിടെ 500 കിട്ടുന്നത്. ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് കണ്ടേക്കത്. ഇതാണ് 500 രൂപയുടെ നോട്ട് കേട്ടോ. ആദ്യത്തെ 500 എനിക്കായിരുന്നു കിട്ടിയത്. അത് അവക്ക് കൊടുക്കൂ. എന്നിട്ട് നീ അത് പിടിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അതെ, എന്തായിരുന്നു അത്? അത് ചുമ്മാ രസത്തിന്. ഇനി പാട്ടിലേക്ക് വരാം. ഇനി പാട്ടിലേക്ക് വരാം. ഓക്കെ, തീർത്ത മക്കൾ ഉഗ്രായിട്ട് പാടിയത്. താങ്ക് യു സർ. ഉഗ്രായിട്ട് പാടി. അത് നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഈ 3 പേരിരിക്കുന്ന 3 മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അസാധ്യമായിരുന്നു. താങ്ക് യു സർ. കാര്യം ഈ പാട്ടിൽ കുറേ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പറ്റിയ കുറേ ഏരിയകളുണ്ട്. ഞാൻ അതൊക്കെ മോള് പാടി തെറ്റിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ചമ്മിപ്പോയി. കാര്യം അത് ആര് പാടിയാലും തെറ്റും അത്. അപ്പോൾ അത് ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനെ കുറേ സംഭവങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, കൊച്ചതൊക്കെ കറക്റ്റായിട്ട് പാടി, നമ്മൾ തെണ്ടിപ്പോയെന്ന് അത് പറയും ചെയ്തു. അതിനെല്ലാം 500 രൂപ കൊടുത്തത് എൻ്റെ ചമ്മലില്ലാതാക്കാനാണ് അത് കൊടുത്തത്. മക്കളെ ഉഗ്രായിട്ട്. താങ്ക് യു സർ. കാര്യം ഇതിൻ്റെ കമ്പോസർ ആരാണ്? മദൻ മോഹൻ. താങ്ക് ഗോഡ്. എൻ്റെ ദൈവം, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചെയ്ത പോലുള്ള പാട്ടുകളൊന്നും ഹിന്ദിയിൽ ആരും ചെയ്തിട്ടില്ലെന്ന്. കാരണം അത്രയ്ക്ക് എന്തൊരു കമ്പോസറാണ്. ഓ, കാര്യം ഒരു കഥ കേട്ടിട്ടുണ്ട്. ലതാജി ആദ്യമായിട്ട് മദൻ മോഹന് പാടാൻ പോകുമ്പോൾ, അപ്പോൾ അദ്ദേഹം പുതിയതാണ്. ലതാജി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സിംഗറാണ്. അപ്പോൾ പുതിയവർക്കൊന്നും പാടത്തില്ല, മാറി നിൽക്കടേ എന്നൊക്കെ പറയുന്ന ഒരു കാലം. അപ്പോൾ അവിടെ പോയിട്ട് അവസാനം കാലൊക്കെ പിടിച്ചിട്ട് ലതാജി എങ്ങനെയെങ്കിലും ഒന്ന് പാടണ്ട, ഒന്ന് കേട്ടിട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടതിന് ശേഷം ലതാജി അദ്ദേഹത്തിന് ഇനി ഞാനില്ലാതെ ഒരു പാട്ടും കമ്പോസ് ചെയ്യരുത് എന്ന് മദൻ മോഹൻ്റെ അടുത്ത് ലതാജി പറഞ്ഞു എന്നാണ്. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് ലതാജിയാണ്. അസാധ്യ പാട്ടുകൾ തൊട്ടതല്ല. അതുപോലെ കാണാൻ വളരെ സുന്ദരനാണ് കേട്ടോ മദൻ മോഹൻ. അതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എത്രയോ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ ഈ കൂട്ടുകെട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മോള് ഇത് വന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പസിഷൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. നമ്മുടെയൊക്കെ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ മക്കളെ കേട്ടോ. ഐ ലവ് യു മുത്തേ. ലവ് യു ടു സർ. താങ്ക് യു. താങ്ക് യു ശരത് സാർ. ഷാനിക കറണ്ട് അടിച്ച് മരിക്കൂ. കൊതിപ്പിക്കരുത്. ചുമ്മാ കൊതിപ്പിച്ച്. ചുമ്മാ മക്കളെ കുഴപ്പമില്ലടാ. 9.25 മാർക്ക് തരാം. അങ്ങനെ ഈ ഷെഡ്യൂളിലെ ആദ്യത്തെ ഗോൾഡൻ മൈക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു തീർത്ഥ. കുറച്ച് നാളായി ഒരു ഗോൾഡൻ മൈക്ക് അടിച്ചിട്ട്. അതെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗംഭീരായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ലതാജി ഹിറ്റ്സില് ഇതിലും ഗംഭീരമായിട്ടൊരു സെലക്ഷൻ വേറെ ഇല്ല. മോള് പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു സർ. പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫെക്റ്റ്. താങ്ക് യു. ഈ പറയുന്ന പോലെ വഴുതി വീഴാൻ സാധ്യതയുള്ള പല ഏരിയാസ് ഇതിനകത്തുണ്ട്. എല്ലാം കൃത്യമായിട്ട് മോള് പാടി. കൺട്രോൾഡ് പെർഫോമൻസ്. പ്ലാൻസ് റഷ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളിൽ റഷ് കൊടുത്തു, റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവിടെ റെസ്റ്റ് കൊടുത്തു. അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സർ. കൺട്രോൾ പെർഫോമൻസ് വെരി 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 അടിപൊളി. അത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ സാധാരണ കയറി പിടിക്കുന്ന ഒരു സാധനം ഉണ്ട്, എന്ത്? ഡിക്ഷൻ. അതും അടിപൊളി. താങ്ക് യു സർ. എല്ലാം കൊണ്ടും പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമല്ലേ? അതാണ് ബ്രില്യന്റ്. ഒന്നും പറയാനില്ല കേട്ടാ. Thank you. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. കാത്തിരുന്ന് നമുക്ക് ഗോൾഡൻ മൈക്ക് കിട്ടിയടാ. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അയ്യോ, അതിങ്ങനെ കരഞ്ഞോണ്ടാണ് മോളെ പറയുന്നത്. എക്സൈറ്റഡ് ആയിട്ട് പറ. സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു. എന്നാ പിന്നെ ഗോൾഡൻ മൈക്ക് വാങ്ങിക്കാം അല്ലേ നമുക്ക്? അതിന് പിന്നെ ഹരിച്ചേട്ടാ അവള് വന്നപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. ഹരിച്ചേട്ടനോട് പറയണം. പറഞ്ഞു. എന്താ, അമ്മമ്മയോട് എന്റെ സ്നേഹവും അന്വേഷണം എന്നറിയിക്കും. ഉറപ്പായിട്ടും അറിയിക്കാം. തീർത്ഥയൊക്കെ അറിയാം. തീർത്ഥയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. തീർത്ഥയുടെ സിംഗിങ് ഒക്കെ ഇഷ്ടമാണ് അമ്മമ്മയ്ക്ക് കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ ഇത് എന്നോട് ചോദിക്കാണ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ അഹങ്കാരമായി പോവോ ചേച്ചി? ഒരു അഹങ്കാരം. ഞാൻ വിളിച്ചിട്ട് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞു. എല്ലാരും അങ്ങനെ തന്നെ പറയുന്നു. അതിനിപ്പോ അങ്ങനെ അഹങ്കാരം ഒന്നും ഇല്ല.
കൺഗ്രാറ്റുലേഷൻസ്. ഈ ഉച്ചയ്ക്ക് ഞാൻ പഠിച്ച സംസാരം ആ എനിക്കിപ്പോഴാ കിട്ടിയത്. അപ്പൊ അതിലിപ്പോ എന്താ? അതൊന്ന് അറിയിക്കാം ഹരിച്ചേട്ടാ. ഉറപ്പായിട്ടും കേട്ടോ. നമ്മളെല്ലാം കൂടെ അറിയിക്കാൻ മക്കളെ അതെ, കേട്ടാ. അതെ, yes. അപ്പൊ വാ ഗോൾഡൻ മൈക്ക് വാങ്ങിച്ചിട്ട് തരാം. ഗോൾഡൻ മൈക്കിൽ എന്തെങ്കിലും ഒരു 2 വരി പാടൂ. ലഗ് ജാ ഗലി